നമുക്ക് സംശയിക്കാൻ സാഹചര്യമുള്ളത് ഇവരൊക്കെ ഒരു രീതി പറഞ്ഞാൽ ഗ്രൂപ്പ് നേതാക്കന്മാരാണ്, രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും ഒക്കെ. അപ്പോൾ അവരുടെ ആളുകളെ കൂടുതൽ തിരികെ വയ്ക്കാനും അപ്പോൾ അതുപോലെ തന്നെ അവരുടെ യോഗ്യതയും കഴിവും വിദ്യാഭ്യാസ പരിചയവും ഒക്കെ നോക്കാതെ, പരിചയ സമ്പന്നതയും ഭരണപരമായ കാര്യക്ഷമതയും നോക്കാതെ ആളുകളെ തിരികെ വെച്ചാൽ ഇതിന്റെ ശോഭ കെട്ടുപോകുമെന്ന കാര്യത്തിൽ സംശയമില്ല, ഒരു സംശയവുമില്ല SKN. മാത്രമല്ല VD സതീശൻ അദ്ദേഹം നിയുക്ത മുഖ്യമന്ത്രിയായ ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാൾക്ക് ഒറ്റയ്ക്ക് ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിയില്ല എന്നത്. സത്യത്തിൽ അദ്ദേഹം ഒരേ സമയം ഒരു മുൻകൂർ ജാമ്യം എടുക്കുകയും അതേസമയം തന്നെ നേതൃത്വത്തിന് ഒരു സന്ദേശം നൽകുകയും ഒരു മുന്നറിയിപ്പ് നൽകുകയുമാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഒരാൾ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒരു മാറ്റവും കൊണ്ടുവരാൻ കഴിയില്ല, അതിന് ടീം UDF ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ തന്നോടൊപ്പം ചേരുന്ന ഈ മന്ത്രിസഭയിലെ അംഗങ്ങൾ കൂട്ടായി തനിക്കൊപ്പം നിന്നാൽ മാത്രമേ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയൂ എന്നതാണ് ഉറപ്പായും അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഇനി മന്ത്രിസഭാ രൂപീകരണത്തിന്റെ സമയത്ത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരാർത്ഥിയായി നിൽക്കുകയും പിന്നീട് തഴയപ്പെടുകയും ചെയ്ത KC വേണുഗോപാലും ഇപ്പോൾ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ച് മാറി നിൽക്കുന്ന രമേശ് ചെന്നിത്തലയുടെയും ഒക്കെ അവരുടെയൊക്കെ താല്പര്യങ്ങൾ ഈ മന്ത്രിസഭാ രൂപീകരണ വേളയിൽ പരിഗണിക്കപ്പെടും, അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടും. പ്രത്യേകിച്ച് KC വേണുഗോപാൽ അദ്ദേഹം ചില ആളുകളുടെ പേരുകൾ നിർദ്ദേശിക്കാനുള്ള സാധ്യതയുണ്ട്. ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിമാരെ താൻ പറയുന്ന ആളുകൾക്ക് കൊടുക്കണമെന്ന ഒരു അവകാശവാദം ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അത് അംഗീകരിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ഫോർമുല ഇതിനോടകം തന്നെ ACC യുടെ പക്കലുണ്ടാകും. പിന്നെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ അതൃപ്തി പ്രകടിപ്പിച്ച് നിയമസഭാ കക്ഷി യോഗത്തിൽ നിന്ന് പോലും മാറി നിൽക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹം ഉറപ്പായും അദ്ദേഹം മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് അദ്ദേഹത്തിന്റെ ഒരു അർഹതയെ അവതരിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ പ്രതിഷേധങ്ങളൊക്കെ നടക്കുമ്പോൾ രമേശ് ചെന്നിത്തല ഇതുവരെ പറഞ്ഞിരുന്ന കാര്യം, ഞാൻ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകനായിരുന്നു, ഇതിനു മുൻപും മുൻപ് താൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോഴും ഒക്കെ താൻ ഒരു തരത്തിലുമുള്ള പ്രയാസം ഹൈക്കമാൻഡിന് ഉണ്ടാക്കിയിട്ടില്ല, ഇപ്പോഴും എൻ്റെ പേരിൽ ഒരു ബാനറും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകൻ എന്ന ഒരു വലിയ അവകാശവാദത്തോടു കൂടിയാണ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തന്റെ അർഹത തന്നെ ഹൈക്കമാൻഡിന് മുന്നിൽ അവതരിപ്പിച്ചത്. ഈ സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക, അദ്ദേഹത്തിന് ഒരുപക്ഷെ ഏറ്റവും മികച്ച വകുപ്പ് നൽകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നേരത്തെ ദിലീപ് സൂചിപ്പിച്ചതുപോലെ മുതിർന്ന നേതാക്കൾ ധാരാളമുണ്ട്. അതിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, N ശക്തൻ, K മുരളീധരൻ ഇവരൊക്കെ തന്നെ ഇതിനകത്ത് ഈ മന്ത്രിസഭയ്ക്കകത്ത് ഉണ്ടാകണം. അതോടൊപ്പം വളരെ സീനിയറാണ്, അവർക്ക് നല്ല വകുപ്പും കൊടുക്കണം. നല്ല വകുപ്പെല്ലാം കൂടെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ താനും. തീർച്ചയായും SKN. എന്തായാലും പ്രതിപക്ഷ നേതാവ് നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ എല്ലായ്പ്പോഴും ഹാഷ്മി പറഞ്ഞ പ്രശ്നം അത് ശരിയാണ് കേട്ടോ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. അപ്പോൾ എന്തായാലും അദ്ദേഹം എല്ലായ്പ്പോഴും ഈ നേതാക്കൾക്കിടയിലൊക്കെ അസ്വാരസ്യങ്ങൾ ഉണ്ട് എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്ന എല്ലാ ഘട്ടത്തിലും പുറത്തു വന്ന് ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, ടീം UDF ആണ് എന്ന് അടിവരയിടുന്നൊരു നേതാവാണ് എല്ലായ്പ്പോഴും VD സതീശൻ. ഇന്നും അത് തന്നെയാണ് നമ്മൾ കണ്ടത്. KC വേണുഗോപാലിന്റെ അമർഷം, രമേശ് ചെന്നിത്തലയുടെ പ്രതിഷേധമൊക്കെ പുറത്തു വരുന്ന ഘട്ടത്തിലാണ് വാർത്താ സമ്മേളനത്തിൽ VD സതീശൻ ആദ്യം പറയുന്ന പേര് KC വേണുഗോപാലിന്റേതാണ്, പിന്നീട് രമേശ് ചെന്നിത്തലയുടേതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഐക്യ സന്ദേശം അദ്ദേഹം നൽകുന്നുണ്ട്. ഇനി അതിനപ്പുറം മന്ത്രിസഭാ രൂപീകരണത്തിലേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് ഓൺലൈൻ ചാനലുകൾക്ക് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ കേരളത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളത് വളരെ വലിയൊരു വിഷൻ, അത് VD സതീശന്റെ ഒരു വിഷൻ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞത് പ്രകാരം കുറേയൊക്കെ അദ്ദേഹം അതിൽ സ്റ്റഡി ചെയ്തിട്ടുണ്ട്, സ്റ്റഡീഡ് ആണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം 5 വർഷം കൊണ്ട് പ്രാവർത്തികമാക്കണമെങ്കിൽ സ്വാഭാവികമായും അങ്ങനെ ഒരു ടീം അദ്ദേഹത്തിനൊപ്പം വേണം, അത് മന്ത്രിമാർ തന്നെ ആകണം എന്നുള്ളത് ഏറ്റവും പ്രധാനവുമാണ്. ഇപ്പോൾ തന്നെ നമ്മൾ പറയുന്നത് പോലെ KCയുടെ നോമിനികൾ, RCയുടെ നോമിനികൾ ഇവരൊക്കെയാണ് ആ ടീമിലേക്ക് വരികയെങ്കിൽ അവർ എത്ര കണ്ട് VD സതീശനുമായി അക്കാര്യത്തിൽ അനുകൂലമായി നിലപാടെടുക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല. പിന്നീട് UDF എല്ലാ കാലത്തും കോൺഗ്രസ് എല്ലാ കാലത്തും ഭരണമുള്ളവരോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു നില സ്വീകരിക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ അത് മാറുമായിരിക്കും. പക്ഷേ എങ്കിൽ പോലും ഈ ആകെ 11 സീനിയോറിറ്റി പരിഗണിക്കുമ്പോൾ തന്നെ അതിൽ എത്ര മുതിർന്ന നേതാക്കൾ വരുമെന്ന് അറിയില്ല. അപ്പോൾ ആ മുതിർന്ന നേതാക്കളുടെ അനുഭവ പരിചയമൊക്കെ അത് അങ്ങനെ തന്നെ നിൽക്കുമ്പോൾ തന്നെ ഇപ്പോൾ VD സതീശൻ പറയുന്ന നിലയിൽ ഈ ജൻസികളെ പോലും അഡ്രസ്സ് ചെയ്യുന്ന നിലയിലേക്ക് ആ വിഷൻ എങ്ങനെ മുന്നോട്ട് വെക്കാനാകും എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അപ്പോൾ അത്തരം ആളുകൾ മന്ത്രിസഭയിലേക്ക് വരണം എന്നുള്ളത് ഏറെ നിർണായകമാണ്. KC ആണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്. VD സതീശൻ പറയുമ്പോൾ പോലും KC കൊടുക്കുന്ന അല്ലെങ്കിൽ RC കൊടുക്കുന്ന എല്ലാ നോമിനികളെയും ആ നിലയിൽ തന്നെ അംഗീകരിച്ച് ശരി ആരായാലും മതി എന്ന നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണ് VD സതീശൻ എന്ന് തോന്നുന്നുമില്ല. അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ട് അദ്ദേഹത്തിന്റെ ടീമിനെ സംബന്ധിച്ചിടത്തോളം. അത് ഏത് നിലയിലും അതിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കാൻ VD സതീശൻ ശ്രമിക്കുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ദിലീപ് കുമാർ, SKN, ഇതിൽ VD സതീശനും കോൺഗ്രസ് നേതൃത്വത്തിനു മുന്നിലുള്ള ആദ്യത്തെ കടമ്പ എന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കുക എന്നതാണ്. രമേശ് ചെന്നിത്തലയെ എങ്ങനെ അനുനയിപ്പിക്കുമെന്നതാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലുള്ളത്. അദ്ദേഹം നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. മാത്രമല്ല VD സതീശനെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തതിൽ അദ്ദേഹത്തിന് കടുത്ത അതൃപ്തിയുമുണ്ട്. ഈ അതൃപ്തി പരിഹരിക്കുന്നതിന് അദ്ദേഹത്തിന് ഈ സുപ്രധാന വകുപ്പ് നൽകിയതുകൊണ്ട് മാത്രം ആകണമെന്നില്ല. അങ്ങനെ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിക്കണമെങ്കിൽ ഒരുപക്ഷെ സോണിയാഗാന്ധി തന്നെ രമേശ് ചെന്നിത്തലയെ വിളിച്ച് അദ്ദേഹത്തോട് സംസാരിച്ചാൽ മാത്രമേ രമേശ് ചെന്നിത്തല വഴങ്ങൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ
വഴങ്ങിയാൽ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് സുപ്രധാന വകുപ്പുകൾ നൽകേണ്ടി വരും. ഇനി ഈ മന്ത്രിസഭയിലേക്ക് ഞാനില്ല എന്ന പിടിവാശിയുമായി നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ക്യാബിനറ്റ് പദവി, അദ്ദേഹം മന്ത്രിസഭയുടെ ഭാഗമായില്ലെങ്കിലും അദ്ദേഹത്തെ അനുനയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടൊരു ക്യാബിനറ്റ് പദവി നൽകേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം മന്ത്രിസഭയിൽ ചേരാൻ സാധ്യതയുണ്ട്. പക്ഷേ നമുക്ക് മുന്നിൽ നേരത്തെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അദ്ദേഹം കുറച്ചു കാലം മന്ത്രിസഭയിൽ ചേരാതെ മാറി നിന്ന ആ ഒരു അനുഭവം കൂടി കേരളത്തിന് മുന്നിലുണ്ട്. പിന്നീട് താക്കോൽ സ്ഥാനം എന്നൊക്കെ പറഞ്ഞ് രമേശ് ചെന്നിത്തലയ്ക്ക് തന്നെ പിന്നീടൊരു വിനയായി മാറിയ കാര്യങ്ങളൊക്കെ അക്കാലത്ത് നടന്നിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഈ നിലപാട് എങ്ങനെ മയപ്പെടുത്തുമെന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. രണ്ട്, ഈ മന്ത്രിമാർ ആരാകുമെന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ, അത് നേരത്തെ പറഞ്ഞതുപോലെ മുതിർന്ന കുറേ നേതാക്കളുണ്ട്. പക്ഷേ മുതിർന്ന നേതാക്കൾ എന്നത് മാത്രമല്ല ഘടകമാക്കുക, അതിൽ ഈ പറഞ്ഞതുപോലെ ജാതി മത സമവാക്യങ്ങൾ കോൺഗ്രസ് എപ്പോഴും അത് കണക്കാക്കാറുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ 2001 ഇത്രയും വലിയ ഭൂരിപക്ഷം നേടി. അന്ന് 2001 99 സീറ്റ് UDF ലഭിച്ചതാണ്. ആ 91 സീറ്റ് 2001 ലഭിച്ചിട്ടും ആ മന്ത്രിസഭയിലേക്ക് AK ആന്റണി മുഖ്യമന്ത്രിയായുള്ള ആ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടിക്ക് ഇടം കിട്ടിയില്ല. ഉമ്മൻചാണ്ടിക്ക് ഇടം കിട്ടാതെ പോയത് ഉമ്മൻചാണ്ടി ഒരു ഘട്ടത്തിൽ മാറുകയും ചെയ്തു. ഈ മന്ത്രിസ്ഥാനം സംബന്ധിച്ച ചർച്ചയിൽ താൻ ഇല്ല, തനിക്ക് താൻ അങ്ങനെ ഒരു പിടിവലി നടത്തി തൻ്റെ പേര് വെച്ച്, അദ്ദേഹം പിടിവലി നടത്താനൊന്നും പോയിട്ടില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് വെച്ച് അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്ന ആഗ്രഹം അക്കാലത്തെ എല്ലാ കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ടായിരുന്നതാണ്. പക്ഷേ KV തോമസിനെ മന്ത്രിയാക്കണമെന്ന് K കരുണാകരൻ അന്ന് വാശി പിടിച്ചപ്പോൾ ആ സാമുദായിക സന്തുലനം തെറ്റുമോ എന്ന് AK ആന്റണിക്ക് അക്കാലത്തൊരു ഭയമുണ്ടായിരുന്നു. ഏതായാലും ഉമ്മൻചാണ്ടി ആ തർക്കത്തിനൊന്നും നിന്നു കൊടുത്തില്ല. ഞാൻ ഈ മന്ത്രിസഭയിലേക്ക് ഇല്ല, തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടതില്ല, അത് ഈ മട്ടിലുള്ള പ്രതിഷേധമല്ല, തൻ്റെ പേര് പറഞ്ഞൊരു അനാവശ്യ ചർച്ച അവിടെ വേണ്ട എന്ന് കരുതിയിട്ടാണ് അന്ന് ഉമ്മൻചാണ്ടി ആ മന്ത്രിസഭയിൽ ചേരാതെ മാറി നിന്നത്. ഇപ്പോൾ ഏതാണ്ട് ഇങ്ങനെ ഈ വരുമ്പോൾ ഈ സമവാക്യങ്ങളിലൊക്കെ നോക്കുമ്പോൾ നോക്കൂ, VD സതീശൻ, രമേശ് ചെന്നിത്തല, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മന്ത്രിസഭയിൽ ഇടം കിട്ടാൻ സാധ്യതയുള്ളവർ, K മുരളീധരൻ, ഇവരൊക്കെ നായർ സമുദായത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെ ഒരു സാമുദായിക പ്രാതിനിധ്യത്തിന് കൂടുതൽ പേർക്ക് അതിൽ പ്രാതിനിധ്യം കിട്ടുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, അങ്ങനെ വരികയാണെങ്കിൽ അതെങ്ങനെ മറ്റു സാമുദായിക കാര്യങ്ങൾ പരിഗണിക്കുമെന്നതൊക്കെ N ശക്തനെ പരിഗണിക്കേണ്ടി വരും. നാടാർ സമുദായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ കൂടി ഈഴവ സമുദായത്തിന് പ്രാതിനിധ്യം നൽകേണ്ടി വരികയാണെങ്കിൽ അത് ബിന്ദു കൃഷ്ണയായിരിക്കുമോ, M ലിജു ആണോ, അതോ രണ്ടുപേരും മന്ത്രിസഭയിൽ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ഇനി കോൺഗ്രസ് നേതൃത്വം വരും ദിവസങ്ങൾ അക്കാര്യത്തിൽ ചർച്ച നടത്തേണ്ടി വരും, തീരുമാനമെടുക്കേണ്ടി വരും. ഒറ്റ വാചകം പറഞ്ഞോട്ടെ. ഇത്തരം ഒരുപാട് ഫോർമുലകൾ അതിൽ വർക്കാവുന്നതിൽ നമുക്ക് സംശയമില്ല. ഇപ്പോൾ പറഞ്ഞ ജാതി മത സമവാക്യങ്ങൾ, ഈ KC RC ഇതൊക്കെ അടക്കം. പക്ഷേ ഇതിലൊക്കെ അപ്പുറം തന്റെ ടീമിൽ കളിക്കേണ്ട പ്ലേയേഴ്സിനെ കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ക്യാപ്റ്റനാണ് VD സതീശൻ. അതിലൊരു തർക്കവുമില്ല. അദ്ദേഹത്തിന് ഒരു വിഷൻ ഉണ്ട്, 5 വർഷം കൂടെ നടപ്പിലാക്കേണ്ടത്. അങ്ങനെ ഒരു വിഷൻ നടപ്പിലാക്കണമെങ്കിൽ ആ ടീം അത്രയും സുസജ്ജമായിരിക്കണം. അതിനുവേണ്ടി ഒരു കോംപ്രമൈസും ചെയ്യാതെ ആ ടീമിനെ സജ്ജമാക്കും VD സതീശൻ. പക്ഷേ അതങ്ങനെ അത്ര എളുപ്പമാണെന്ന് തോന്നുന്നില്ല അസിത. കാരണം VD സതീശന് അദ്ദേഹത്തിന്റെ എന്തായാലും അദ്ദേഹം ഒരു വിഷണറി ആയതുകൊണ്ട് തന്നെ മാത്രമല്ല നല്ലൊരു പൊളിറ്റിക്കൽ ഗെയിം അറിയാവുന്ന ആളാണ്. പക്ഷെ ഗെയിം പ്ലാൻ അദ്ദേഹത്തിന് ഉണ്ടാകും, നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷെ ഒരു കാര്യം എനിക്ക് തോന്നുന്നു, കാര്യം കുറച്ചു കാലം മുമ്പ് UDF മന്ത്രിസഭയിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു രമേശ് ചെന്നിത്തല. അദ്ദേഹം ഇപ്പോൾ പ്രതിഷേധ സൂചകമായി ഈ സമ്മേളനത്തിൽ നിന്നൊക്കെ വിട്ടുനിന്നെങ്കിൽ പോലും അദ്ദേഹം ആഭ്യന്തരമന്ത്രി പദം പോലെ നല്ലൊരു വകുപ്പിലേക്ക് മടങ്ങി വരും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്ത് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ മേൽ നല്ല സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കാരണം ഇതിൻ്റെ ശോഭ കെടുത്തുന്ന രീതിയിൽ മാറി നിൽക്കരുത്, അദ്ദേഹം മന്ത്രിസഭയിലേക്ക് വരണം, നല്ലൊരു വകുപ്പിന്റെ തലപ്പത്ത് അദ്ദേഹം ഉണ്ടാകണം. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്ക് ആലോചിക്കാൻ ഈ രാത്രി മുഴുവൻ നീണ്ടിങ്ങനെ കിടക്കുകയാണ്. അദ്ദേഹം ആലോചിക്കട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.